കൂളിംഗ് ഗ്ലാസും ബാഗൊക്കെ ഇട്ട് വൻ സെറ്റപ്പിലാണ് ഇറങ്ങുന്നതെങ്കിലും സംഭവം വൈകുന്നേരം മീൻ മേടിക്കാൻ പുറത്തേക്ക് പോകുന്ന പോക്കാണ് കേട്ടോ. ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി മീനാണ്. അതെ ഗൈസ്, നമ്മൾ വീട്ടിലൊരു അക്വേറിയം സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ വാഴയ്ക്ക വരെ, നെറ്റിയപ്പൊട്ടൻ, മുള്ളമീൻ എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ മീനുകൾ. എന്താണെന്നറിയില്ല, 40 പൗണ്ട് ഏത് ഈ മഞ്ഞ സാധനത്തിന്. ഇതിനല്ല കേട്ടോ, ഞങ്ങൾ ചെന്നപാടെ ഈ കുഞ്ഞു അവനെ കിട്ടുമെന്ന് ചോദിച്ചേ. എന്തൊരു ക്യൂട്ടായിരുന്നു കേട്ടോ അവരെ കൊച്ച്. ഹോ, ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ കയ്യിൽ ടാറ്റു കാണിച്ചെടുത്തപ്പോൾ അവൾ കണ്ട് അവളുടെ കയ്യിലുള്ള ചിക്കൻ ടാറ്റു എനിക്ക് കാണിച്ചു തന്നു. തന്നെയല്ല, അവിടെയുള്ള തത്തമ്മ, പൂച്ച, പൂച്ചേൻ്റെ ഓടിക്കാനുള്ള എലി, ഹാംസ്റ്റർ, പിന്നെ ഇതിനൊക്കെ തിന്നാൻ കൊടുക്കാനുള്ള കുറേ സാധനങ്ങൾ, മുയൽ, അങ്ങനെ പല പല സാധനങ്ങൾ കണ്ട് ഞങ്ങൾ ചിന്ത ചെറുതായിട്ടൊന്ന് ഡൈവേർട്ടായി പോയെങ്കിലും ലാസ്റ്റ് മീൻ കുഞ്ഞുങ്ങളെ തന്നെ വാങ്ങിക്കാമെന്ന് കരുതി. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ അതേ ഒതുങ്ങുള്ളൂ. 4000 രൂപ കൊടുത്തിട്ട് എന്തിനീ മീനൊക്കെ വാങ്ങിക്കുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ വാഴിക്കാൻ പറയാൻ പോലത്തെ ഒരു സാധനമൊക്കെ, നിയോൺ ടെട്ര, കേട്ടാൽ തന്നെ രസമൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ടാങ്കൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മള് പാവങ്ങളല്ലേ. ഇവിടെ നല്ല തണുപ്പുള്ള കൺട്രി ആയതുകൊണ്ടേ മീൻ കുഞ്ഞുങ്ങൾ തണുക്കാതിരിക്കാൻ വേണ്ടി അക്വേറിയത്തിൽ ചെറിയൊരു ഹീറ്ററൊക്കെ സെറ്റ് ചെയ്യണം. എനിക്കിതിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹീറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം നോക്കാത്ത മീൻ സൂപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ജോയിലും അച്ഛനോട് പറഞ്ഞു, ഇടാ ഒരു ഹീറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ. അവൻ തന്നെ ദാണ്ട് മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു തീറ്റയൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ദാണ്ട് തീറ്റയൊക്കെ തിന്ന് മച്ചാമാരിങ്ങനെ ഓടി കളിക്കാൻ കേട്ടോ. ഓ, എന്നാ ഒരു സന്തോഷം എന്നറിയും നിങ്ങളിങ്ങനെ നോക്കിയിരിക്കാൻ. നല്ല രസാ.